നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത് ഞങ്ങൾ ഒരു തീർത്ഥാടനത്തിന് പോവുകയാണ് കേട്ടോ. തീർത്ഥാടനം എന്ന് വെച്ചാൽ KSRTC ബസ്സിൽ ഞങ്ങൾ തീർത്ഥാടനത്തിന് പോവുകയാണ്. ആദ്യം ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം, പിന്നെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, അത് കഴിഞ്ഞ് ഗുരുവായൂർ പോയി തൊഴുത്ത് ദർശനമൊക്കെ കിട്ടിയിട്ട് വരാം കേട്ടോ. അവിടുന്ന് പ്രസാദ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ വരാം. അപ്പോൾ നമുക്ക് പോയാലോ? വരൂ കേട്ടോ, എല്ലാവരും ഞങ്ങളോടൊപ്പം വരും. ആ വണ്ടി വരന്തരപ്പള്ളിയിൽ നിന്ന് 6 മണിക്കാണ് പുറപ്പെടാമെന്ന് പറഞ്ഞേക്കുന്നത്. സമയം 5:45 നമ്മളിപ്പോൾ പോകുകയാണ്. അവിടെ എത്തുമ്പോഴേക്കും 6 മണിയാവും, വണ്ടി വരും, നമുക്ക് പോകാം. ഒരു പ്രാർത്ഥനാ ഗാനത്തോടെ നമ്മളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സുകൃതാദിവമൂർത്തേ നീലാംബരബാലാരുണകൗമാരകവേഷം ശിവേലീലാകുലമുരാധ്യാത്മികയോഗം നീലാംബരബാലാരുണകോപാലം ശിവേലീലാകുലമുരാധ്യാത്മികയോഗം നാരായണ നാരായണ നാരായണ. വരന്തരപ്പള്ളി ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയായ ശ്രീ ഉണ്ണികൃഷ്ണൻ പാലക്കലാണ് ഇതിൻ്റെ സംഘാടകൻ. 6-7 മണിക്കൂർ ക്യൂ നിന്നിട്ട് തൊഴുന്നത് നമ്മളൊരു 20 മിനിറ്റ് കൊണ്ട് തൊഴുതിറങ്ങാനാണ് പോകുന്നത്. അപ്പൊ അതിനുള്ള അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ നമ്മൾക്കും അതനുസരിച്ച് ഭക്തിയും മനസ്സിലുണ്ടാവണം. നല്ല രീതിയിൽ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. അപ്പൊ ആർക്കെ ഇനി അടുത്തത് ചൊല്ലാൻ പറ്റാന്ന് വെച്ചാൽ ചൊല്ലിക്കോളും. ഇവിടെ മധ്യത്തിലായിട്ട് നിൽക്കുന്ന ആള് ഈ ബസ്സിൻ്റെ കണ്ടക്ടറാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ പേര് രാമചന്ദ്രൻ എന്നാണ്. കണ്ടക്ടറാണെങ്കിലും നമ്മളോടൊപ്പം ഒരു തീർത്ഥാടകനായിട്ട് തന്നെ വരുന്ന നമ്മുടെ ഈ യാത്ര നയിക്കുന്ന ആളാണ്. ഡ്രൈവറുടെ പേര് ജയൻ എന്നാണ്. അപ്പോൾ നമ്മൾ നാമങ്ങളും കീർത്തനങ്ങളും ഒക്കെ പാടി കഥകളൊക്കെ പറഞ്ഞ് എത്താണ്. ഇരിഞ്ഞാലക്കുട എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് മുൻപ് അദ്ദേഹം എല്ലാവരുടെയും പടമൊക്കെ ഒന്ന് പിടിക്കാമെന്ന് പറഞ്ഞു.
കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മളിപ്പോ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ഒരു 20 മിനിറ്റാണ് തൊഴാനുള്ള സമയം. അപ്പോൾ സാധാരണ ഞങ്ങൾ ഈ സമയത്താണ് ഇവിടെ എത്താറുള്ളത്. അപ്പൊ 7 മണിക്ക് അവിടെ നട അടച്ചു കഴിഞ്ഞാൽ 7:30ക്കാണ് പിന്നെ നട തുറക്കുള്ളൂ. അതിക്ക് മുമ്പ് നിങ്ങൾ തൊഴുതിറങ്ങണം. എന്തായാലും സമയം അധികം കളയരുത്. അപ്പൊ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നട അടച്ചിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ പുറത്ത് നിന്ന് തൊഴുത് വഴിപാടൊക്കെ ഇട്ട് വേഗം വരിക. കൃത്യമായിട്ട് സമയം പാലിക്കുക. നമ്മുടെ പാർക്കിങ്ങിന്റെ തൊട്ടടുത്താണ് ഗണപതി കോവില്. ആദ്യം തന്നെ ഗണപതി കോവിലിൽ തൊഴുതിന് ശേഷം വേണം വലിയ അമ്പലത്തിലേക്ക് പോകാനായിട്ട്. അതൊന്നും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഞങ്ങൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ സംഗമേശനെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഭംഗിയായിട്ട് തൊഴുതു. തീരെ തിരക്കുണ്ടായിരുന്നില്ല. എല്ലാവരും തൊഴുത് ഉള്ളിൽ പ്രദക്ഷിണം വെച്ച് വഴിപാടൊക്കെ ചെയ്തതിന് ശേഷം പുറത്തേക്ക് വന്നു. പുറത്ത് കാണാം, നമുക്ക് കൊടിമരം കാണാം, ദീപസ്തംഭവും കാണാം. ഇനി നമുക്കൊരു പുറത്ത് പ്രദക്ഷിണം വയ്ക്കാം കേട്ടോ. ൂട്ടുവരൊക്കെ സ്റ്റേജ്, അവിടെ സ്റ്റേജ്. ആ കോർണറിൽ കാണുന്നത് സ്റ്റേജാണ് കേട്ടോ. അവിടെയാണ് ഉത്സവക്കാലത്ത് കഥകളിയൊക്കെ ഉണ്ടാവുക, കലാപരിപാടികളൊക്കെ ഉണ്ടാവുക. അവിടെ നോക്കി പ്രതിമയുണ്ട്. അവിടെ ഗതയൊക്കെ ഹനുമാനാവും. പടിഞ്ഞാറേ നട. ഇത് പടിഞ്ഞാറേ നട. പടിഞ്ഞാറേ നടയിലുള്ള നടപ്പന്തലാണ് കാണുന്നത്, നടപ്പുര. ഇത് മോൾ ഭാഗം ചോർന്നിട്ടാണോന്നറിയില്ല, ഓടായിരുന്നു. ഇതിന് മുകളിൽ ഇപ്പോൾ ഓല മെഞ്ഞിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് ഓല മെഞ്ഞിട്ട് നനയാതിരിക്കാൻ കെട്ടി വച്ചെന്താണെന്ന് തോന്നുന്നു. ഇവിടെയാണ് ഉത്സവക്കാലത്ത് ആനകൾ നിരന്ന് നിന്ന് ശിവേലി നടക്കുക. 15 ആനയൊക്കെ ഉണ്ടാവും കേട്ടോ. മുന്നിലും പിന്നിലും നിൽക്കുന്ന സ്ഥലം ഇതാണ്. പടിഞ്ഞാറ് നടക്കൂടെയും ആൾക്കാർക്ക് ഉള്ളിലേക്ക് കയറാം. ഇവിടെ ഇനി ക്ഷേത്രക്കുളമുണ്ട്. ഇതിന് പറയണ പേര് കുലീബനി തീർത്ഥക്കുളം എന്നാണ്. കുലീബനി തീർത്ഥം. വലിയ കുളമാണ് കേട്ടോ. ഇത്രയും വലിയൊരു കുളം ഉണ്ടായാൽ ആ രാജ്യത്തിന് അത്രയധികം സസ്യസമ്പത്ത്, വെള്ളത്തിൻ്റെ ഒരു നിധി തന്നെയാണ് ഇവിടെ. ഇതിനെ പ്രദക്ഷിണം വയ്ക്കാൻ വേണമെങ്കിൽ ഇതിൽ അങ്ങനെ പോയിട്ട് ചുറ്റിക്കറങ്ങി വരികയാണെങ്കിൽ കുറേ സമയം വേണം. കൂടൽമാണിക്യം ദേവസ്വം ഇതിൽ നിറയെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്കൊക്കെ ആഹാരം കൊടുത്താൽ പിതൃക്കളാണെന്നാണ് പറയണത്. ഇതിലത്തെ മീനുകളൊക്കെ ആഹാരം ചാരിമണിയൊക്കെ ഇട്ട് കൊടുക്കും നമ്മൾ. കുളിക്കലൊന്നുമില്ല കേട്ടോ ഇവിടെ. തീർത്ഥക്കുളമാണത്. കുലീബനി തീർത്ഥക്കുളത്തിന് പ്രദക്ഷിണം വയ്ക്കാറുണ്ട് സാധാരണ ആൾക്കാർ. ഒരുപാട് ടൈം എടുക്കും കേട്ടോ. എത്ര വലിയ അമ്പലമെന്നറിയുമോ? നമ്മൾ പ്രദക്ഷിണം വെച്ചിട്ട് വീണ്ടും കിഴക്കേ നടയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എന്തോ പുതിയൊരു ഷെഡൊക്കെ കെട്ടാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഡ്രസ്സ് അടിക്കാൻ പോകുന്നുണ്ട്. ഇതാ വീണ്ടും നമ്മൾ മുന്നിലെത്തി. ബലിക്കല്ല് 7 മണിയുടെ മണിയാണ് കേൾക്കണ. ശബ്ദം കേട്ടില്ലേ? ഇപ്പോൾ നട അടയ്ക്കും. അപ്പം നമ്മൾ തൊഴുത് പുറത്തേക്ക് കടന്നത് വളരെ നന്നായി കേട്ടോ. മാത്രമല്ല നമ്മൾ പുറത്തും പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞു.
ഓം സംഗമേശായ നമഃ. സംഗമേശായ നമഃ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടിയുടെ അടുത്തേക്ക് പോവാം കേട്ടോ. നോക്കൂ, സംഗമേശ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള നടപ്പുരയാണ്. കൊടിമരം, ദീപസ്തംഭം, മണ്ഡപം, സംഗമേശ എന്ന സംഗമേശ സ്വാമിയുടെ ഒരു ചിത്രം, തുലാഭാരത്തിനുള്ള തട്ട്, വഴിപാട് കൗണ്ടറൊക്കെ ഇവിടെയാണ്. ശ്രീരാമൻ ഭരതന് മെതിയടി കൊടുക്കുന്ന ചിത്രമാണ് ഇവിടെ. വരാൻ ശ്രീരാമൻ്റെ മെതിയടി കൊണ്ടുവന്ന് സിംഹാസനത്തിൽ മെതിയടികൾ വെച്ചിട്ട് ഭരതൻ രാജ്യം ഭരിച്ചത് ഇവിടെ നന്ദിഗ്രാമത്തിലാണ്. അതെയല്ലേ? ചേട്ടാ ഫോട്ടോ എടുക്കണം. മതിയാ? കിട്ടി വായിക്കും. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈം പാലിച്ചു. എല്ലാവരും തൊഴുത് പുറത്ത് കടന്നു. നമ്മൾ ബസ്സിൽ കയറാം. അതിനുശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ ബസ്സിൽ കയറി നമ്മളിവിടെ വന്നു. ഈ ഹോട്ടലിൽ എത്തി ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും കയറിയിട്ടോ. സമയം ഇപ്പോൾ 7:05 ആയിട്ടുള്ളൂ. കറക്റ്റ് ടൈമാണ്. ഇഡ്ഡലി, വട, ചട്നി, സാമ്പാർ ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. പൂരി കഴിച്ച ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു 15 മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിച്ചു. 7:30 ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്തു. പോകാൻ പറ്റുന്നവർക്ക് പോവാം, സാധിക്കുന്നവർക്ക് കഴിവും ബുദ്ധിയും ശക്തിയും സാമ്പത്തികവും ഒക്കെ ഉള്ളവർക്ക് പോകാം. പക്ഷേ സാമ്പത്തികം എന്നൊരു പ്രശ്നമല്ല. യൂറോപ്പിലൊക്കെ പോകാനായിട്ട് ഇപ്പോൾ ബാങ്കിലൊക്കെ ലോണുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അവർക്ക് 4 വർഷം 5 വർഷക്കാലം പഠിച്ചതിന് ശേഷം റീപേയ്മെന്റ് കാലാവധിയൊക്കെ ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ യൂസ് ചെയ്യുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അപ്പൊ എന്റെ അമ്മമാരെ, എന്റെ പെങ്ങന്മാരെ, ഇന്ന് മുതൽ നിങ്ങൾ സന്ധ്യാസമയങ്ങളിൽ മക്കളെ വിളിച്ചിരുത്തി പ്രാർത്ഥിക്കുക, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ഒരു അലക്സാണ്ടർ ജേക്കബ് IPS-കാരനുണ്ടായിരുന്നു. ആളുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ടോ? നിങ്ങൾ പലതിലും കേട്ടിട്ടുണ്ടാവും അല്ലേ? ആള് 3 വിഷയത്തില് പോസ്റ്റ് ഗ്രാജുവേറ്റ് എടുത്തിട്ടുള്ള ആളാണ്. ആള് മഹാരാജാസി കോളേജിൽ പഠിക്കുന്ന കാലത്ത് ജീവിതത്തിന്റെ ആൾ പറഞ്ഞിട്ടുണ്ട്. ആള് പഠിക്കുന്നത് വെളുപ്പിന് 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. അപ്പൊ ആളുടെ കൂട്ടത്തിൽ പഠിച്ച കുട്ടികളൊക്കെ അവിടെ എറണാകുളത്ത് കമ്പം സിനിമയ്ക്കൊക്കെ പോയിട്ട് വരുമ്പോ ആളിരുന്ന് പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ആള് കളിയാക്കും, ഇത്രയും നേരമായിട്ട് ഇരുന്ന് അല്ല പഠിക്കണയാണല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ എന്തായാലും കേരളത്തിന്റെ സംസ്ഥാന DGP വരെയായി അല്ലേ? അപ്പൊ ആ പഠനം കൊണ്ട് നന്മയുണ്ടാവുള്ളൂ, ഒരിക്കലും തിന്മ ഉണ്ടാവില്ല അല്ല? അങ്ങനെയല്ലേ? അപ്പൊ അത് നിങ്ങളുടെ മക്കളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ നല്ലതായിട്ട് മുന്നോട്ട് പോകട്ടെ. ഇനിയിപ്പോ നമ്മള് തൃപ്രയാറ് എത്താറായിട്ടുണ്ട്. അപ്പൊ തൃപ്രയാറ് 20 മിനിറ്റ് ആട്ടോ നമ്മളൊക്കെ സമയമുള്ളൂ. ആ കൃത്യം പാലിക്കണം. അവിടെ എങ്കിലും നമുക്ക് കറക്റ്റ് സമയം ഗുരുവായൂർ പാലിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആ സമയത്ത് ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഗുരുവായൂർ സമയം വൈകും, അത് ബുദ്ധിമുട്ടാവും. അപ്പൊ കൃത്യം 20 മിനിറ്റിൽ തന്നെ തിരിച്ചെത്തുക. 20 മിനിറ്റ് എന്ന് ഞാൻ പറയുന്നത് മാക്സിമം അരമണിക്കൂറെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ. അപ്പൊ 20 മിനിറ്റ് പറഞ്ഞു, അരമണിക്കൂറിനകത്ത് എന്തായാലും തിരിച്ചെത്തണം. നിങ്ങൾ എല്ലാവരും തിരിച്ചെത്തണം. 8:30 മണിക്ക് നമ്മൾ തൃപ്രയാർ എത്തിയിട്ടോ. തൃപ്രയാർ എത്തിയിട്ട് നമ്മൾ വണ്ടി ഇറങ്ങി വേഗത്തിൽ നടന്നു പോവുകയാണ്. അവിടെ ചെരുപ്പൊക്കെ അവിടെ വച്ചിട്ട് ഉള്ളിൽ കിടക്കാം. മനോഹരമായിട്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ കർക്കിടക മാസമാവും. അപ്പം നാലമ്പല യാത്ര
സ്റ്റാർട്ട് ചെയ്യും. നാലമ്പല തീർത്ഥയാത്ര വരും. തൃപ്രയാർ, ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം, പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ഈ 4 അമ്പലങ്ങളിലും കർക്കിടക മാസത്തിലെ 4 അമ്പലം തൊഴാനുള്ള സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ നടപ്പുരയിലെത്തി, തൃപ്രയാർ നടപ്പുരയിലെത്തി. കണ്ടു, പടിഞ്ഞാറേ നടയാണിത്. കിഴക്കേ നട അപ്പുറത്താണ്. ഭഗവാൻ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലെയാണ് കടക്കുക. അപ്പുറത്ത് കിഴക്ക് ഭാഗത്ത് പുഴയാണ്, തൃപ്രയാറാണ്. കണ്ടോ, നമ്മൾ ഇവിടെ കെട്ടി വെച്ചിരിക്കണം. കണ്ടോ, ലൈൻ ക്യൂ നിൽക്കാനുള്ള ലൈനുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇവിടെ നിറയെ ഭക്തജന തിരക്കായിരിക്കും. ജനങ്ങളുടെ പ്രവാഹമായിരിക്കും. ഇത് ഗോശാല കൃഷ്ണൻ്റെ ക്ഷേത്രമാണിത്. ആദ്യം ഇവിടെ തൊഴുതിട്ടാണ് നമ്മൾ തൃപ്രയാർ ദേവരെ തൊഴുക. ഗോശാല കൃഷ്ണനെ തൊഴുത് പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ ചെയ്ത്. ഈ സൈഡിലുള്ളത് ഭക്ഷണം കൊടുക്കാനുള്ള സ്ഥലമൊക്കെയാണ് കേട്ടോ. നമ്മളങ്ങനെ തൊഴുത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പുറത്ത് പള്ളിയോടെ ഇരിക്കുന്ന ഒരു സ്ഥലം കണ്ടു. ഇനി പുഴയാണ് ഈ കാണുന്നത് കേട്ടോ. തൃപ്രയാർ കിഴക്കേ ഭാഗമാണ് ഇത്. കണ്ടു, വലിയ പുഴയാണിത്. ആറാട്ടുപുഴ പൂരത്തിന് തൃപ്രയാർ ദേവര് ആറാട്ടുപുഴയ്ക്ക് പോവുക. ഈ പള്ളിയോടത്തിൽ കയറിയിട്ട് ഈ പുഴ കടന്ന് അക്കരയ്ക്ക് പോയിട്ടാണ് പോവുക. അങ്ങനെ നമ്മൾ കിഴക്കേ നടയിലെത്തി, നടപ്പുരയിലെത്തി. ഇവിടെ മീനൂട്ട് നടത്തുന്ന ഒരു വഴിപാടുണ്ട്. ഇവിടുന്ന് അരിയൊക്കെ വാങ്ങിയിട്ട് പുഴയിൽ കൊണ്ട് മീനുകൾക്ക് കൊടുക്കാം. മീനുകൾക്ക് ഊട്ട് കഴിക്കുന്നത് പിതൃക്കൾക്ക് ഊട്ട് കഴിക്കുന്നതിന് തുല്യമാണത്രേ. കണ്ടോ, ആൾക്കാർ അരി വാങ്ങിയിട്ട്, അരി നനച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, അത് വാങ്ങിയിട്ട് ഇതാ മീനുകൾക്ക് എറിഞ്ഞു കൊടുക്കും. മീനുകൾ അവിടെ അങ്ങനെ വന്ന് തിന്നത് സന്തോഷമായിട്ട്. അതിനുശേഷം നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഉള്ളിൽ കടന്ന് തൊഴുതു. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഉള്ളിലേക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ, വീഡിയോ പിടിക്കാനും പറ്റില്ല. തൊഴുതു, ഭഗവാനെ തൊഴുതു, വഴിപാട് ചെയ്തു. തൊട്ടപ്പുറത്ത് ഗണപതിൻ്റെ തൊഴുതു, പ്രസാദമൊക്കെ വാങ്ങി പുറത്തേക്ക് വന്നു. ഇവിടെ പുഴയുടെ ഭാഗം കണ്ടു. അവിടെ വെടിപ്പുരയാണ്. അവിടെ വെടി വഴിപാട് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയാണ് വെടി വഴിപാട്. ഉള്ളിലാണ് കതിനകൾ വയ്ക്കുക. നേരെ കാണുന്നത് ശാസ്താവാണ്, അയ്യപ്പസ്വാമി. അവിടെ പോയി തൊഴുത് എള്ളുതിരി കത്തിച്ച് പ്രദക്ഷിണം വെച്ച് മുന്നിലേക്ക് എത്തിയാൽ നമ്മൾ ആദ്യം വന്ന സ്ഥലത്തെത്തി. അവിടെയും തൊഴുത് നമ്മൾ തിരിച്ചു പോകാൻ 9 മണിക്ക് നമ്മൾക്ക് ഇവിടുന്ന് വിടണം. എന്നാലാണ് 10 മണിയാകുമ്പോഴേക്കും ഗുരുവായൂർ എത്തുള്ളൂ. ചേട്ടാ പ്രയാരപ്പ ശ്രീരാമ ഭവൽ തൃപ്പാദ പത്മത്തിൽ എൻ പ്രണാമം. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് കടന്നു. ലെഫ്റ്റ് സൈഡിലായിട്ട് ഹനുമാൻ സ്വാമിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും ക്ഷേത്രമുണ്ട്. അവിടെയും കൂടി പോയിട്ട് നമുക്ക് തൊഴാട്ടോ. അങ്ങനെ ചെരുപ്പെടുത്തോ
ചെരുപ്പ് ഇവിടെ അവിടെ പോയിട്ട് മതി. അവിടെ പോയിട്ട് പോയി കുട്ടി കിട്ടുവാ. അവിടെ പോയിട്ട് അവിടുത്തെ പറഞ്ഞു. അമേരിക്കയിൽ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയില് MBAക്ക് പഠിക്കുമ്പോൾ MBAയില് ഭഗവത്ഗീത ഒരു വിഷയമാണ് അവിടെ. അതായത് MBAക്ക് 20 പേപ്പർ പഠിക്കുമ്പോൾ 20 പേപ്പറിൽ ഒരു ഐച്ഛിക വിഷയം നമ്മുടെ ഭഗവത്ഗീത. നമ്മുടെ ഏതെങ്കിലും കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടോ? നമുക്ക് എത്ര യൂണിവേഴ്സിറ്റി ഉണ്ട്? കൃഷ്ണ മുകുന്ദ ഹരേ ഗോപാല കണ്ണ മുകുന്ദ ഹരേ കൃഷ്ണ മുകുന്ദ ഹരേ ഗോപാല കണ്ണ മുകുന്ദ ഹരേ. അഷ്ടമിരോഹിണിയിൽ കണ്ണനാം ഉണ്ണി പിറന്നുവല്ലോ. അഷ്ടദിക്പാലകരും മോദത്താൽ നൃത്തം ചവിട്ടിയല്ലോ. അഷ്ടമിരോഹിണിയിൽ കണ്ണനാം ഉണ്ണി പിറന്നുവല്ലോ. നമ്മൾ ഏകദേശം 10 മണി കഴിഞ്ഞപ്പോഴേക്കും ഗുരുവായൂരെത്തി. ഗുരുവായൂർ നമ്മൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് അവിടെ ഇട്ടിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി എല്ലാവരും കണ്ടക്ടറും ഡ്രൈവറും അടക്കം എല്ലാവരും അമ്പലത്തിൽ വന്നു. പടിഞ്ഞാറ് നടയക്കോട് ഉള്ളിൽ കടന്നു, തൊഴുതു. ഫോണൊക്കെ ബസ്സിലെടുത്ത് വെച്ചിട്ടാണ് പോയത് കേട്ടോ. അതുകൊണ്ട് പിന്നീട് ഗുരുവായൂർ പ്രദേശത്തു നിന്നും ഞങ്ങൾക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. തിരിച്ച് നമ്മൾ ഊണ് കഴിഞ്ഞിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും സുഖദർശനം കിട്ടിയില്ലേ? എല്ലാവരും ഭക്ഷണം കഴിച്ചില്ലേ? ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്തവരുണ്ടോ? ഇല്ലല്ലോ, എല്ലാരും കഴിച്ചില്ലേ? ഇനി അടുത്തത് പായസ വിതരണം കേട്ടോ. നമ്മളിൽ കുറച്ച് പേര് വഴിപാടായിട്ട് പായസവും ആടിയ എണ്ണ, ശർക്കര പായസം അതുപോലെ വഴിപാടായിട്ട് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടക്ടറിൽ. കണ്ടക്ടർ അതൊക്കെ സംഘടിപ്പിച്ച് തന്നോട്ട് എല്ലാവർക്കും. അങ്ങനെ അധികം ബുദ്ധിമുട്ടാണ്ട് നമ്മൾ അവിടെ പോയി തൊഴുതു വന്നു, ഭംഗിയായിട്ട് തൊഴുതു. പിന്നെ ഊണും കഴിച്ചു. നിൻമുരളിതനാദത്തിനാലെന്റെ കർമ്മബന്ധത്തിൻ കെട്ടറുത്തിടണേ. കാൽത്തളകൾ കിലുക്കിയൻ പാതയിൽ കൂട്ടിനായെന്റെ കൂടെ നടക്കണേ. നിന്റെ പാതാരവിന്ദത്തിൽ ചേർക്കണേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, എന്റെ ഓർമ്മകൾ നീ മാത്രമാകണേ. കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, നിന്നിൽ ഞാൻ അലിഞ്ഞൊന്നായി മാറണേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, നിന്നിൽ ചേർന്നു ഞാനില്ലാതെയാകണേ. ജയ, പ്രമീള, മാധുരി, ഉഷ തുടങ്ങിയിട്ടുള്ള കുറേ ആൾക്കാർ നന്നായിട്ട് പാട്ടൊക്കെ പാടിയിട്ടോ മനോഹരമായിട്ട്. ഇപ്പോൾ പാടുന്നത് പ്രമീളയാണ്. അങ്ങനെ ഞങ്ങൾ അതിമനോഹരമായ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ നല്ല ഒരു ക്ലാസ് എടുക്കുന്ന പോലെയാണ് നമ്മുടെ കണ്ടക്ടർ സാറ് നമ്മളോട് സംസാരിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വക ഒരു കഥയും കൂടിയും പറഞ്ഞിരുന്നു കേട്ടോ. കഥയും നമുക്ക് കേൾക്കാം, അനുഭവ കഥ. ഗുരുവായൂരമ്പലത്തിൽ പോയി നിന്നു ഉണ്ണി കണ്ണനെ കാണുവാൻ ഞാൻ. ഗുരുവായൂരമ്പലത്തിൽ
അയച്ചില്ല, എന്ത് ചെയ്യും? 2022 ഞാനും നമ്മുടെ സാരഥിയും കൂടി ശബരിമല ഡ്യൂട്ടിയിലായിരുന്നു. അതായത് വൃശ്ചിക മാസത്തില് ശബരിമല ഉത്സവം നടക്കുന്ന മണ്ഡല മാസക്കാലത്തില് ഞങ്ങൾക്ക് ശബരിമല ഡ്യൂട്ടി ആയിരുന്നു. ഞങ്ങൾ എരുമേലിയിൽ നിന്ന് പമ്പയിലേക്ക് ബസ് സർവീസ് നടത്തുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ഞങ്ങളൊരു 10-25 ദിവസക്കാലം അവിടെ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ഞങ്ങൾ രാവിലെ 24 hours ഡ്യൂട്ടിയാണ് അവിടെ, ഡേ ആൻഡ് നൈറ്റ്. അതായത് രാവിലെ എരുമേലിയിൽ നിന്ന് അയ്യപ്പന്മാരെടുത്ത് പമ്പയിലിറക്കും, പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെടുത്ത് നിലയ്ക്കലിറക്കും, എരുമേലിയിൽ വരും. അപ്പോഴത്തേക്കും ഞങ്ങളുടെ മുന്നിൽ വന്ന വണ്ടികൾ ടേണിലുണ്ടാവും. അപ്പം അങ്ങനെ ടേണായിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു 10-15 വണ്ടി ഉണ്ടാവും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ കിടന്നുറങ്ങുകയും ഞങ്ങളുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. രാത്രിയും പകലും ഇങ്ങനെ 24 hours റൊട്ടേഷനിൽ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ദിവസം ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ പമ്പയിലെത്തി ഒരു ഗ്രൂപ്പിനെ ഇറക്കി കഴിഞ്ഞപ്പോൾ ഒരു തമിഴ് ഒരു പെരിയ സ്വാമി, അവര് വേറെയാണ് നമ്മൾ പറയുന്നത് പോലെയല്ല, അവരുടെ സ്വാമിയുടെ അവരൊരു പേര് പറയുമല്ലോ, ഗുരുസ്വാമി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങളൊരു 50 പേരുണ്ട്, ഞങ്ങളെ എരുമേലിയിൽ ഇറക്കണം എന്ന് പറഞ്ഞു. വേറെ ആരെയും കയറ്റരുതട്ടോ സ്വാമി, ഞങ്ങൾ കൃത്യം 50 പേരുണ്ട്, ഞങ്ങൾ സീറ്റിംഗ് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നിങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവരെ ഇറക്കിയിട്ട് ഇവരെ 50 പേരെയും കയറ്റി. അപ്പൊ ഞാൻ ടിക്കറ്റ് കൊടുക്കാനായിട്ട് ഇങ്ങനെ വരുവാണ്. അപ്പൊ പുറകിൽ നിന്ന് ഇങ്ങനെ ടിക്കറ്റ് കൊടുത്ത് വരുമ്പോ ഒരു സ്വാമിയുടെ പേർക്ക് പറഞ്ഞു 50 എരുമേലി എന്ന് പറഞ്ഞു. 50 ടിക്കറ്റ് എരുമേലി, 50 പേര് കയറിയിട്ടുണ്ട്. അപ്പോ പമ്പ നിലയ്ക്കല് 50 രൂപയും 50 അല്ല 49 രൂപ, പമ്പ എരുമേലി 99 രൂപ, വനത്തില് 100 രൂപ എന്ന് പറയാം. അപ്പൊ 50 എരുമേലി എന്ന് പറഞ്ഞപ്പോ ഞാൻ തകടകടേന്ന് 50 ടിക്കറ്റ് മാല പോലെ അടിച്ചങ്ങ് കൊടുത്തു. അപ്പൊ 5000 രൂപ നമുക്ക് കിട്ടണം. അപ്പൊ പൈസ ചോദിച്ചപ്പോ ആള് പറഞ്ഞു പൈസ ഞങ്ങളുടെ ഗുരുസ്വാമിയാണ് തരുന്നത്, ഗുരുസ്വാമി ഫ്രണ്ടിലുണ്ട്, ആളോട് വാങ്ങിച്ചോളാൻ പറഞ്ഞു. ശരി, ഞാൻ പതിയെ നടന്ന് ഗുരുസ്വാമിയുടെ അടുത്ത് എന്ന് പറഞ്ഞു ടിക്കറ്റിന്റെ പൈസ. അപ്പൊ ആളെടുത്ത ബാക്കിൽ പറഞ്ഞു 50 നിലയ്ക്കൽ എന്ന് പറഞ്ഞു. 50 നിലയ്ക്കൽ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ വാഹനം നിലയ്ക്കല് പാർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ 50 നിലയ്ക്കൽ ടിക്കറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കിളി പോയി. കാരണം 50 നിലയ്ക്കൽ ടിക്കറ്റിന് 2500 രൂപയുള്ളൂ. ഞാൻ അടിച്ചു കൊടുത്തിരിക്കുന്നത് എരുമേലി ടിക്കറ്റാണ്, 5000 രൂപ ടിക്കറ്റാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പുറയിലിരുന്ന സ്വാമി എല്ലാരും തമിഴ്ക്കാരായ ഈ വണ്ടി എവിടെയാ പാർക്ക് ചെയ്തിരിക്കുന്നതെന്നൊന്നും ഈ പുറയില് എന്നോട് പറഞ്ഞ സ്വാമിക്ക് അറിയില്ല. ആൾക്ക് തെറ്റി പറഞ്ഞതാണ്. ശരിക്കും നിലയ്ക്കെന്ന് പറയണതിന് പകരം ആള് എരുമേലി എന്ന് പറഞ്ഞു പോയി. ആകെ പ്രശ്നമായി. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു സ്വാമി പുറകിൽ നിന്നിട്ട് എരുമേലി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ 50 ടിക്കറ്റ് അടിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് 5000 രൂപയാവും, എന്താ ചെയ്യാന്ന് ചോദിച്ചു. അതൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, ഞങ്ങൾക്ക് നിലയ്ക്കൽ ഇറങ്ങുന്നത് 2500 രൂപ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ കൊടുത്തോളൂ, ആ പൈസ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി. ഞാൻ നമ്മുടെ സാരഥിയുടെ അടുത്ത് പറഞ്ഞു നമ്മളിങ്ങനെ ഒരു പറ്റിയിട്ടുണ്ട്, ഇനി എന്താ ചെയ്യുക? നമ്മൾ രാത്രി പകലും 10-15 ദിവസം ഇവിടെ കിടന്ന് ഉറക്കളിച്ച് ജോലി ചെയ്യുകയാണ്. അപ്പോൾ 2500 രൂപ ഇനി കയ്യിൽ നിന്നെടുത്ത് അടയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ ജോലി ചെയ്തിട്ട് വെറുതെ പൈസ പോവുകയാണല്ലോ. അപ്പോൾ വിഷമിച്ച് ഞാൻ ഫ്രണ്ട് സീറ്റിൽ പോയിരുന്നു. അപ്പൊ ഞാൻ പതിയെ അയ്യപ്പസ്വാമിയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു, സ്വാമി ഇനി ഞാൻ എന്താ ചെയ്യുക, എന്റെ 2500 പോവില്ലേ, അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തരുമോ എന്ന് മനസ്സിൽ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. നിലയ്ക്കൽ വന്നപ്പോ എല്ലാരും ഇറങ്ങി. പക്ഷെ അതിനകത്തൊരു 3-4 നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്തുകളായിട്ടുള്ള ഒരു 3-4 പിള്ളേര് സ്വാമിമാരുണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചു. അവരെല്ലാരും പുറത്തിറങ്ങി എന്നെ വിളിച്ചു. ഞാൻ ഇറങ്ങി ചെന്നപ്പോ അവര് വേഗം 2500 രൂപ എനിക്ക് കയ്യിലിട്ട് വന്നു. ആദ്യം 2500 രൂപ അവർ തന്നോളൂ. അപ്പൊ എന്റെ വിഷമം അവർക്ക് മനസ്സിലായി. കാരണം ഈ ഇലക്ട്രിസിറ്റിയുടെ KSRTCയുടെ ടിക്കറ്റ് അടിച്ചതാ, പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റൂല. കാരണം മെഷീനിൽ നിങ്ങളുടെ ടിക്കറ്റ് വന്നാൽ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അതിനകത്ത്. മെഷീനിൽ അപ്പം തന്നെ പൈസ ഫീഡായി പോയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് പറഞ്ഞു നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലായി. അപ്പൊ അത് കാരണം ഞങ്ങൾ ഈ പൈസ അയ്യപ്പസ്വാമിക്ക് കൊടുത്തതായിട്ട് ഞങ്ങൾ വെച്ചോളാം. ഞങ്ങൾക്കിപ്പോ ഒരു 50 പേര് 20 രൂപ വെച്ചെടുത്താലും ഈ പറഞ്ഞ 2500 രൂപ ആയുള്ളൂ. അത് കാരണം നിങ്ങൾ പ്രയാസപ്പെടേണ്ട, സമാധാനമായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ ആ പൈസ എനിക്ക് തന്നു. അങ്ങനെയാണ് ഞാൻ എന്റെ അയ്യപ്പസ്വാമിയെ നേരിട്ട് കാണാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് കൂട്ടുകൂടിയാടിപ്പാടാൻ ഗോക്കളുമാതുണ്ടേ, കുഞ്ഞിടുന്ന പാതരേണു ഏറ്റിടുവാനുണ്ടേ,
എത്ര ദേവകിന്നരന്മാർ അപ്രത സുരന്തം ഇരനിമരമാത്മവർഷം കൊണ്ടു തൂകിടുന്നു നല്ല മണമോലു പൂക്കൾ തൂമടയായി ചോട്ടിൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ KSRTC ബസ്സിൽ ഇതുപോലത്തെ ട്രിപ്പ് ഉണ്ട് കേട്ടോ. ഈ ട്രിപ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇതിനെ ഭംഗിയായി നയിച്ച ഡ്രൈവർ ജയനും കണ്ടക്ടർ രാമചന്ദ്രനും നമ്മുടെ ക്ഷേത്രയോഗം സെക്രട്ടറി ശ്രീ ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു. നമ്മൾ 3 മണിയായപ്പോഴേക്കും തിരിച്ച് വീട്ടിലെത്തിയിട്ടു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.